ഹലോ ഫ്രണ്ട്സ്, എനിക്കിന്ന് കുറച്ച് നാടൻ കോഴി കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കറി വയ്ക്കണമെന്ന് നോക്കാം. കറി വയ്ക്കാൻ ആവശ്യമായത് ചെറിയ ഉള്ളി, 2 സവാള, 2 തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ആവശ്യമായ പൊടികൾ ചൂടാക്കി എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കറി മസാലപ്പൊടി ചേർത്തൊന്ന് ഇളക്കി തീ ഓഫ് ചെയ്യാം. ഉള്ളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതൊന്ന് പച്ചച്ചോവ മാറുന്നേരം വഴറ്റി കൊടുക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അടിച്ച് വെച്ചിരിക്കണം തക്കാളിയും ഒന്ന് അതിൻ്റെ പച്ചച്ചോവ മാറുന്നേരം വഴറ്റാം. തക്കാളിയെല്ലാം മൂത്ത് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടിയിട്ടിളക്കി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. തിളച്ച വെള്ളമാണ്. വെള്ളം ചേർത്താൽ മതി. ഇനി ചിക്കന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നാടൻ ചിക്കൻ കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. നല്ല കറിയാണ്. ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്.